ഇന്ത്യൻ കലയുടെ വൈഭവം പ്രകടമാക്കുന്ന കലാപ്രദർശനം ആർട്ട് ഓഫ് ഇന്ത്യ 2025 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വളർന്നുവരുന്ന കലാകാരന്മാർ, തദ്ദേശീയരായ നിർമ്മാതാക്കൾ എന്നിവരുടെ 250-ലധികം കലാസൃഷ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നതാണ് പ്രദർശനത്തിന്റെ പ്രത്യേകത. ഉത്തർപ്രദേശിലെ കനൌജ് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ കെട്ടിടം തകർന്നു വീണു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. 23 തൊഴിലാളികളെ അപകട സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തി. ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്ത് പോലീസ് പിടികൂടിയ 36,000 കോടി രൂപയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ തോതിൽ മയക്കുമരുന്ന് നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ആൻഡമാൻ നിക്കോബാറിൽ നടന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും കേന്ദ്രത്തിന്റെയും പിന്തുണയോടെയാണ് ഇത്രയേറെ മയക്കുമരുന്നുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ഡിജിപി ഹർഗോബിന്ദർ സിംഗ് ദലിവാൾ പറഞ്ഞു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം 14-15 തീയതികളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഗവേഷണ മികവ് വളർത്തുക, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നവീന മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുക എന്നിവ ചർച്ചയാകും. കോൺക്ലേവിന് മുന്നോടിയായി നാളെ രാജഗിരി കോളേജിൽ പ്രീ കോൺക്ലേവ് ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി ഉപ്പുകുന്നിൽ കാട്ടുപന്നി ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. പൊന്തംപ്ലാക്കൽ PR രാജനാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. രാജനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വച്ച് കാട്ടുപന്നി രാജനെ ആക്രമിക്കുകയായിരുന്നു.